എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. ഇതിങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കൂടെ? ജിന്നുമ്മ എന്ന യുവ മന്ത്രവാദിനിയും ഭർത്താവും ഉൾപ്പെടെ 4 പേരാണ് കോളിളക്കമുണ്ടാക്കിയ കേസിൽ 1 വർഷത്തിനിപ്പുറം പോലീസിന്റെ പിടിയിലായത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? മന്ത്രവാദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് വെള്ളവസ്ത്രം ധരിപ്പിച്ച ശേഷമാണ് കാസർഗോഡ് പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവിടെ ഒരു ജിന്നിന്റെ മണം വരുന്നുണ്ടല്ലോ. ഇവിടെ ആരും ജിന്നൊന്നും അടിക്കൂല. അടിക്കുന്ന ജിന്നല്ല, പെൺ ശൈത്താന്റെ മണം. ഈ സ്ത്രീക്ക് ജിന്നുമ്മ എന്നാണ് ഒരു ഇരട്ട പേരുള്ളത്. എന്താ കൊള്ളൂലേ പേര്? നല്ല പേര്. ഇവരുടെ ശരീരത്തിൽ പാത്തൂട്ടി എന്ന് പറയുന്ന ഒരു 13 വയസ്സുള്ള ബാലിക പ്രവേശിക്കുകയും അവർ പ്രവേശനം നടത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ ജിന്നുമ്മ എന്ന ഷമീന നേരത്തെ ഹണി ട്രാപ്പ് കേസിലും പ്രതിയാണ്. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വേറെയും ആളുകളെ ഇവർ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. കൂടോത്രം നടത്തി സ്വർണ്ണം ഇരട്ടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ വീട്ടിലെ സ്വർണം ഒരു മുറിയിൽ പൂട്ടി വെച്ച് 40 ദിവസത്തിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. 40 ദിവസത്തിന് ശേഷം അവർക്ക് സംശയം തോന്നി. പിറ്റേ ദിവസം തന്നെ തുറന്നു നോക്കുമ്പോൾ സ്വർണത്തിന് പകരം മണ്ണും ചെടിയും അതുപോലെ മറ്റു പറയാൻ ഒരു വിദ്യാഭ്യാസ യോഗ്യതയുമില്ല, പക്ഷേ കോടികളുടെ സമ്പാദ്യം. പണം എനിക്കൊരു പ്രശ്നമല്ല, എല്ലാം വിധിയുടെ വിളയാട്ടം. അത് കഴിഞ്ഞ് വലിയ എമൗണ്ടുകൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതിന് എന്ത് എക്സ്പ്ലനേഷൻ ആണ് നിനക്ക് പറയാനുള്ളത്? ഒറ്റ പണിയെ ഇവർ ചെയ്തിട്ടുള്ളൂ. ജിന്നുമ്മ എന്ന പേരിൽ നടത്തിയിട്ടുള്ള ആത്മീയ ചൂഷണ തട്ടിപ്പ്. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. താങ്കളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് വെളിപ്പെടുത്തണം. പറയൂ മിസ്റ്റർ ജയകൃഷ്ണൻ. ഒരു IAS ഉദ്യോഗസ്ഥന്റെ ജീവിതാവസാനം വരെയുള്ള ശമ്പളം കൂട്ടിയാൽ പോലും ഈ ജിന്നുമ്മയുടെ സമ്പത്തിന്റെ 7 അയലത്ത് വരില്ല എന്നുള്ളതാണ്. നീ കുറെ നേടുന്നുണ്ടല്ലോ. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പൂത്തിയ കമലാസനൻ, കമലാസനൻ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.